ഇന്ന് ഏജാൻ്റെ ചാനൽ വന്നിരിക്കുന്നത് നുച്ചാടാണ്. നുച്ചാട് നസീമ താത്തയുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. ആ വീട്ടിൽ വരാൻ ഒരു കാരണമുണ്ട്. നമുക്കെല്ലാവർക്കും മുന്തിരി ഇഷ്ടമാണ്. മുന്തിരി ഒരുപാട് കഴിക്കാൻ, എത്ര കഴിച്ചാലും മടുക്കാതെ ഒരു ഫ്രൂട്ട്സാണ് ഈ മുന്തിരി. എന്തായാലും ഈ മുന്തിരിയുടെ ഒരു ശേഖരണം എന്ന് പറയുമ്പം ഒരു തയ്യൊക്കെ നട്ട് അത് വളർന്ന് ഒരു പന്തൽ പോലെയായി ഒരു മുറ്റത്താണ് ആ ഒരു മുന്തിരി തോപ്പുള്ളത്. നമുക്ക് പറക്കാം മുന്തിരി തോപ്പുകൾ എന്നൊക്കെ പറയുന്ന പോലെ ആ മുന്തിരി തോട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. ഭയങ്കര വ്യത്യസ്തത എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പ്രിയ പ്രേക്ഷകർക്ക് ആ മുന്തിരി തോട്ടവും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കേണ്ടതുണ്ട്. എന്തായാലും ആ വിശേഷങ്ങളിലേക്ക് പോയി വരാം. എന്തായാലും നമ്മുടെ കൂടെയുള്ളത് നസീമ താത്തയാണ്. നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അതുപോലെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രിയേഷൻ, എങ്ങനെയാണ്? നമ്മൾ പൊതുവെ പറമ്പിലൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഇത് കാണാറുള്ളത്. അപ്പോൾ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു തണലും കൂടിയായി, നിങ്ങൾക്ക് ഒരു സൗകര്യപ്രദമായി. എങ്ങനെയാണ് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന്? എൻ്റെ ചട്ടിയിൽ കുരു മുളപ്പിച്ചിട്ട് ആയ തൈയാണ്. പിന്നെ അത് ഞാൻ ട്രൈ ചെയ്ത് അതിനെ ഞാൻ മഴക്കാലാകുമ്പം ചീഞ്ഞു പോകും. അപ്പോൾ അതിനെ ഞാൻ എൻ്റെ പരമാവധി ശ്രമം കൊണ്ട് ഞാൻ എടുപ്പിച്ചെടുത്ത്. ഇപ്പം ഇതിപ്പോൾ ഒരു 5 വർഷത്തോളമായി. ഇത്ര കൂടുതലായിട്ട് ഇതുവരെ കായ്ച്ചിട്ടില്ല. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഉണ്ടേനു. ഇതിന് കൂടുതലായിട്ട് വേണ്ട ചൂടാണ്, വെയിലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. ഭയങ്കര പണിയാണോ ഇതൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ? അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലേ എന്ത് ഫലങ്ങളും നമുക്ക് കായ്ച്ചു കിട്ടും. ഇതിങ്ങനെ പടർന്ന് മാറുമ്പോഴും അത് കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്യേണ്ടി വരും. ഇതില് എന്തെങ്കിലും ഇപ്പം മഴക്കാലം കൂടി ആകുമ്പോൾ കൂടുതൽ വള്ളികൾ ഇങ്ങനെ മുറ്റത്ത് നിറച്ചുണ്ടാവും. അപ്പോൾ ആകെ അത്രയൊരു സൗകര്യമല്ലേ ഉള്ളൂ. അന്നേരം കട്ട് ചെയ്ത് ഒഴിവാക്കും. ഇത് ഇപ്പം തുടക്കം ഒരു ചട്ടിയിലാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോഴാണ് ഒരു വീടിന്റെ ഒരു പന്തൽ തുടങ്ങി. അത് ഞാൻ പടർന്ന് ഇങ്ങനെ കൂടുതലായിട്ട് വരുമ്പോൾ ഈ വേര് ചട്ടിൻ്റെ അടിയിൽ കുടുങ്ങിയാൽ പിന്നെ തൈ നശിച്ചു പോകുമല്ലോ. അപ്പം ചട്ടിൻ്റെ അടി ഞാൻ കട്ട് ചെയ്തിട്ട് വീടിൻ്റെ സൈഡിലായിട്ട് കുഴിച്ചിട്ട് കൊടുത്ത്. അപ്പോൾ തൈക്ക് മഴക്കാലമാകുമ്പോൾ അതിൻ്റെ ചുവട് നനയുന്നില്ലല്ലോ. അങ്ങനെയായിട്ട് പടർന്ന് പിന്നെ ഞാനിങ്ങനെ നെട്ടടിച്ചു കൊടുത്തു. വെയിലാണ് പ്രധാനമായിട്ട് വേണ്ടത്. വെയിലാണ് പ്രധാനമായിട്ട് വേണ്ടത്. എന്തായാലും ഇത് ഈ കളർ മാറിച്ച് ബ്ലാക്ക് ആയിട്ട് മാറും അല്ലേ? ഇപ്പം അതല്ല പഴുത്തുകൊണ്ടിരിക്കുന്നതാണ്ട. അതല്ല നിറച്ചും കായ് കുറേ ഞങ്ങൾ പറിച്ചെടുത്ത്. ഇനിയിപ്പം പറിക്കാനായത് കുറേ. നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴും സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴും സ്വാദ് വ്യത്യാസം. പിന്നെ നമുക്ക് നല്ല ഒറിജിനലാന്നുള്ള ധൈര്യത്തിൽ കഴിക്കാലോ. ഒന്നും വിഷാംശമൊന്നും ഇല്ലാത്ത രീതിയിലാന്നുള്ള അതിൻ്റെ അകത്ത്. പിന്നെ നമ്മളെ മുറ്റത്തുനിന്ന് പറിച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയല്ലേ എന്ത് സാധനം. തീർച്ചയായിട്ടും ഒരു വീടിൻ്റെ മുന്നിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാവും എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഒക്കെ പടത്തിൽ പറയുന്നുണ്ട് നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ. അതുപോലെയാണ് മുന്തിരിത്തോപ്പിൽ തന്നെയാണ് ഇവർ ജീവിക്കുന്നത്. എന്തായാലും വ്യത്യസ്തമായൊരു കാഴ്ച അനുഭവം തന്നെയാണ് നമുക്ക് ഉച്ചയാടുള്ള നസീല താത്തയുടെ വീട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണതുണ്ട്. വിശേഷങ്ങളൊക്കെ പോവാം.
എന്തായാലും വിശേഷങ്ങളൊക്കെ നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ പൊതുവെ ഈ പറമ്പിലൊക്കെയാണ് നമ്മൾ ഈ മുന്തിരി തോപ്പുകൾ കാണാറുള്ളത്. ഇത് മുറ്റമാണ്, വീടിൻ്റെ മുറ്റത്താണ് ഒരു പന്തലൊക്കെ വെച്ചതുപോലെയാണ് ഇതിൻ്റെ ഒരു ഘടനയുള്ളത്. എന്തായാലും ഭയങ്കര മനോഹരമാണ്. എന്തായാലും നമുക്കിത് കഴിച്ചും കൂടി നോക്കണം. അത് കഴിച്ചിട്ട് നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകത്തുള്ളൂ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതും വീട്ടിലുണ്ടാക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എന്തായാലും അതിൻ്റെ രുചി നമ്മളും അറിയേണ്ടതുണ്ട്. എന്തായാലും ഭയങ്കര മനോഹരമാണ് ഇത് കാണാനും ഇവിടുന്ന് നിൽക്കാനുമൊക്കെ ഭയങ്കര മനോഹരമാണ്. ഈ ചൂട്ടത്തൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്, ഒരു തണലൊക്കെ കിട്ടുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. എന്തായാലും ക്യാമറ പേഴ്സൺ നവനീതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏഷ്യാനെറ്റ്.